ഗബ്രിക്ക് ജാസ്മിനെ ഇഷ്ടമാണെന്നും പക്ഷെ റിലേഷൻഷിപ്പിലാവാൻ പറ്റില്ല എന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രമോ വീഡിയോയിൽ ജാസ്മിൻ റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്ന അഫ്സൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പുള്ളിക്കാരൻ അനുഭവിച്ച ഏറ്റവും മോശമായിട്ടുള്ള ആ ഫേസ് പുള്ളിക്കാരിയും മനസ്സിലാക്കും. 7 മാസം പുള്ളിക്കാരി സ്നേഹത്തിന്റെ പേരിൽ എന്നെ ഫൂളാക്കുകയായിരുന്നു. ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരൻ കമന്റ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോയിലപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉത്തരത്തിലുള്ളത് പോകുകയും ചെയ്തു, കഷത്തിലുള്ളത് കിട്ടിയുമില്ല എന്നൊക്കെയുള്ളത്. അത് മാത്രമല്ല, പുറത്തുള്ളവനും പോയി അകത്തുള്ളവനും പോയി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. റസ്മിൻ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവരുടെ ഈ മാറ്റം എന്നുള്ള രീതിയിലും കമന്റുകൾ കാണുന്നുണ്ട്. എല്ലാം അറിഞ്ഞതുകൊണ്ട് വേർപിരിയാൻ തീരുമാനിച്ചതാണെന്നും അല്ല ഇത് പുതിയ ഡ്രാമയാണെന്നും ഒക്കെയുള്ള രീതിയിലാണ് കമന്റുകൾ വരുന്നത്. ഗബ്രി ജാസ്മിനെ യൂസ് ചെയ്യുമായിരുന്നെന്നും ഗബ്രി തേച്ചതാണെന്നും ജാസ്മിൻ ഗബ്രി തേച്ചൊന്ന് വരുത്തി തീർക്കാൻ നോക്കുന്നതാണെന്നും ഒക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്താണോ എന്തോ, അല്ലെങ്കിൽ ഇത് ഫുൾ നാടകമായിട്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് തോന്നുള്ളൂ. പ്രേക്ഷകരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലാലേട്ടന്റെ എപ്പിസോഡിൽ പോലെ ഇവരെന്താണ് പറഞ്ഞത്? ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലെത്താതെ കൺട്രോൾ ചെയ്ത് വയ്ക്കുകയാണെന്നൊക്കെ. പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ജാസ്മിൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായാലും ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുകയുള്ളൂ. വേർപിരിയാണെന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി ഒന്നിച്ചിരിക്കുന്നതായിട്ടും കാണാം. ഒന്നും പറയാൻ പറ്റില്ല. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.